ഹായ്, ഗുഡ് ഈവനിങ്. ഞാൻ ശൈലജ ചന്ദ്രൻ. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അത് 2024 മെയ് 30 ഞാൻ ഗുരുവായൂർ അമ്പലത്തിലൊരു ഇൻ്റർവ്യൂവിന് പോയിരുന്നു. ആ സമയത്ത് ഗസറ്റ് ഓഫീസർ ഒപ്പിടാഞ്ഞതുകൊണ്ട് എൻ്റെ ഇൻ്റർവ്യൂ കാർഡ് അവിടെ റിസപ്ഷനിൽ നീക്കി എറിഞ്ഞ ഒരാൾ. ആ സമയത്ത് കൃഷ്ണനാണെന്നും പറഞ്ഞ ഒരാൾ എൻ്റെ അടുത്ത് വരികയും എന്നോട് ജോലി കിട്ടുമെന്ന് പറയുകയൊക്കെ ചെയ്ത്. ഞാൻ അന്നേരമൊന്നും അത്ര കാര്യമാക്കിയില്ല. പിന്നെ അയാൾ എൻ്റെ അടുത്ത് ആദ്യം കൃഷ്ണനാണെന്നൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞാൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞ്. ഞാൻ മൈൻഡ് ചെയ്യാതെ നിന്നപ്പോൾ എൻ്റെ അടുത്തോട്ട് നീങ്ങി നിന്നിട്ട് ഞാൻ ഇച്ചിരി തർക്കിക്കുകയൊക്കെ ചെയ്തായിരുന്നു, വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്ത്. നോണം പറയുന്നത് എന്തിനാന്ന് പറഞ്ഞ്. പക്ഷേ എൻ്റെ അടുത്ത് നീങ്ങി നിന്നിട്ട് പറഞ്ഞ് കൃഷ്ണൻ വന്നുവല്ലോ, ഇനി വിഷമിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ക്ഷേത്ര ശ്രീകോവിൽ ചോരുന്നുണ്ട്, ഞാൻ പല പ്രാവശ്യം അമ്മമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി, എന്നിട്ട് അമ്മമാരൊന്നും ചെയ്തിട്ടില്ല, നീ അത് ഇൻ്റർവ്യൂ ബോർഡിൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞ്. എന്നിട്ട് എന്നെ കൂട്ടി ഗസറ്റ് ഓഫീസറുടെ അടുത്ത് പോയി എൻ്റെ ഇൻ്റർവ്യൂ കാർഡ് ഒപ്പിടിവിച്ച് തിരിച്ചിറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ വീണ്ടും ഭയങ്കര സംശയം വന്നു, ഇത് ശരിക്കും ഈശ്വരനാണോ അതോ മനുഷ്യനാണോ എന്ന്. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചടേ, സത്യത്തിൽ അയാൾ എവിടെയുള്ള, അയാൾ എന്നോട് എവിടെയുള്ളതാണെന്ന് പറയാൻ പറഞ്ഞ്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിവിടെ ഉള്ളതാണ് ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങോട്ട് നീങ്ങുന്നില്ല, ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞ്. പുള്ളിയുടെ കയ്യിൽ അപ്പോൾ ശരിക്കും ഒരു സ്മാർട്ട് ഫോൺ വരികയും അതിൻ്റെ ക്യാമറ ഓണാക്കി എൻ്റെ നേരെ പിടിച്ചിട്ട് അതിലോട്ട് നോക്കാൻ പറഞ്ഞു. ഞാൻ അതിലോട്ട് നോക്കുമ്പം എൻ്റെ മുഖം അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റും എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾ ക്യാമറയെ കാണുന്നതുമില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, ദൈവമേ, ഇത് ഇങ്ങനെ ദേവസ്വം ബോർഡിൽ ആരെങ്കിലും കാണിക്കാനെങ്ങാണോ ആണോ, ഈ ഫോൺ കംപ്ലൈൻ്റ് ആണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചത്. പക്ഷേ അടുത്ത നിമിഷം ആ ഫോൺ ഒന്നും കൂടി ക്യാമറ ഓണാക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഒന്നും കൂടി നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ദൂരെ പാസേജിൽ, കുറച്ച് ദൂരെയാണ് പാസേജിൽ, 2 പയ്യന്മാർ സംസാരിച്ച് നിൽക്കുന്നത് വ്യക്തമായിട്ട് അതിനകത്ത് നല്ല വെളുത്ത് കാണുകയും ചെയ്യാം. അദ്ദേഹം എൻ്റെ അടുത്ത് നിൽക്കുന്ന വ്യക്തി ഫോണിനകത്തില്ലായിരുന്നു. ഞാൻ പഴയതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് സംശയം മാറിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ടിയില്ല ഞാൻ. എന്നിട്ട് താഴോട്ട് പോകുമ്പം എൻ്റെ അടുത്ത് പറഞ്ഞ്, ശ്രീകോവിൽ ചോരുന്ന കാര്യം പറയണം, പിന്നെ ആദ്യം ജോലി പിന്നെ ചോർച്ച എന്ന് പറഞ്ഞു. ഇത് അവരോട് പറയണമെന്ന് പറഞ്ഞു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ അടുത്ത്. ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് പോയെങ്കിലും താഴെ ചെന്ന് എൻ്റെ കാർഡ് നീക്കി എറിഞ്ഞ ആൾ എൻ്റെ കാർഡിന് കൈ നീട്ടുമ്പോൾ എൻ്റെ കൂടെ ആ ചുമന്ന ഷർട്ടും ചന്ദന കളറിൽ മുണ്ട് കൊടുത്തു വന്ന ആൾ അവിടെ അപ്രത്യക്ഷമാകുകയും പകരം അതേ യൂണിഫോമിൽ അവിടെ ഇരുന്ന റിസപ്ഷനിൽ നിന്ന് ആളുടെ യൂണിഫോമിൽ ഒരാൾ വന്നിരുന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് എൻ്റെ കാർഡ് തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട് അതിനകത്ത് 119 ആണെന്ന് തോന്നുന്നു നമ്പർ ഇട്ട് തന്നു. അതോ 109 ആണോ, ഞാൻ എന്തായാലും ഒരു 9 ലാസ്റ്റ് നമ്പർ ഇട്ട് തന്നു. ഞാനതുകൊണ്ട് ഇൻ്റർവ്യൂ ബോർഡിൻ്റെ അടുത്ത് പോയെങ്കിലും അവരോട് ഞാൻ ഒന്നും പറഞ്ഞില്ല. ശ്രീകൃഷ്ണനെ കണ്ടെന്നും അല്ലെ ഭഗവാൻ ഇങ്ങനെ വന്ന് ശ്രീകോവിൽ ചോരുന്നു എന്ന് പറഞ്ഞു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു ഇവർ വിശ്വസിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാതിരുന്നത്. പക്ഷേ അതിലൊരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, കൃഷ്ണൻ പറഞ്ഞാൽ ഇയാൾക്ക് ജോലി കിട്ടുമെന്ന്. അപ്പോഴും ഞാൻ ഇതൊന്നും പറഞ്ഞില്ല. കാരണം ഞാൻ ചിരിച്ചുകൊണ്ട്, കൃഷ്ണനെ കണ്ടല്ലോ, എനിക്ക് വലിയ സന്തോഷമായി, ചിരിച്ചുകൊണ്ട് ഞാനങ്ങ് ഇറങ്ങിപ്പോയി. ഈ കാര്യം ശ്രീകോവിലിൻ്റെ ചോർച്ചയുടെ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായ അനുഭവങ്ങൾ പതുക്കെ നേരിടേണ്ടി വന്നപ്പോൾ ഞാൻ തീർത്തും ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് മേൽശാന്തിയെ കണ്ട് വൈകിട്ട് സംസാരിച്ച്. അപ്പം കഥയെല്ലാം കേട്ടിട്ട് പുള്ളി ഭയങ്കര ചിരിയായിരുന്നു. പിന്നെ കൃഷ്ണൻ മൊബൈൽ ഫോൺ കൊണ്ട് വരിക, കള്ളവും പറഞ്ഞ് ജോലിക്ക് വന്നതെന്ന്. ഞാൻ അയാളോട് പറഞ്ഞ് എനിക്ക് അവിടുത്തെ ജോലിയൊന്നും വേണ്ട, എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. തൊഴാൻ തന്നെ പോകാൻ എനിക്ക് കൃഷ്ണനെ ഇഷ്ടമൊക്കെയാണ്, പക്ഷേ അവിടെ പോകാൻ എനിക്കിഷ്ടമല്ല. അതുപോലെ ഞാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും പോകാറുണ്ട്. കാരണം എങ്ങനെയെങ്കിലും ശ്രീകോവിലിൻ്റെ ചോർച്ച മാറ്റുന്നത് വരെ ഞാൻ പോകും. കാരണം അത് മാറിയില്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നു. എനിക്കെൻ്റെ ജോലി നഷ്ടപ്പെട്ട്, എനിക്കെൻ്റെ വീട് നഷ്ടപ്പെട്ട്, എനിക്കും എൻ്റെ ആഭരണങ്ങളെല്ലാം നഷ്ടപ്പെട്ട്, എൻ്റെ കയ്യിൽ സമ്പത്തുണ്ടായിരുന്നത് നഷ്ടപ്പെട്ട്, ഞാൻ ഇപ്പം ചില ഫ്രണ്ട്സിൻ്റെയൊക്കെ സഹായത്തോടെ തെരുവിലും റെയിൽവേ സ്റ്റേഷനൊക്കെ ഇരുന്ന് ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. അത്രമാത്രം കഷ്ടപ്പെടും. പക്ഷേ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട്. ഭഗവാന്റെ അടുത്തോളം ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നിനക്ക് ഈ ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തരുന്നത്, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞു, നീ അത് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. പക്ഷേ ആ ശ്രീകോവിലിൻ്റെ ചോർച്ച എന്ന് മാറ്റുന്നു, അതിനുശേഷം നിനക്ക് നഷ്ടപ്പെട്ടതല്ല അതിൻ്റെ 1000 ഇരട്ടിയായി നിനക്ക് ഞാൻ തിരിച്ചു തരുമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ദേവസ്വം ബോർഡ് അതിനുശേഷം ആദ്യം തന്നെ കഴിഞ്ഞ വർഷം തന്നെ ഞാൻ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിലേക്ക് അഡ്മിനിസ്ട്രേറ്റർക്ക് ഒരു കത്തെഴുതിയായിരുന്നു. അതിനകത്ത് ഞാൻ വളരെ വിശദമായിട്ട് സംഭവങ്ങളെല്ലാം വിവരിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ദേവപ്രശ്നം ചെയ്യാം, ഈ പറയുന്നത് കള്ളമാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും, അല്ലെങ്കിൽ ദേവപ്രശ്നത്തിലൂടെ ചോർച്ച എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടെത്തുകയും അത് അടയ്ക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. 1.5 വർഷം മുമ്പുള്ള സംഭവമാണ്. പക്ഷേ ഈ സമയം വരെ അവരൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഒരുപാട് കഷ്ടതകൾ നേരിട്ടുകൊണ്ടിരിക്കുക. ഞാൻ അവസാനം 1.5 മാസം മുമ്പ് വീണ്ടും ഞാൻ രാത്രി അതീവ പ്രഭയോടെ തന്നെ ഭഗവാനെ സ്വപ്നം കണ്ട് ആയുധങ്ങളൊക്കെ ആയിട്ട് ശംഖും ചക്രമൊക്കെ ആയിട്ട് തന്നെ ജ്വലിച്ച് നിൽക്കുന്ന ഈശ്വരനെ കാണുകയും ഭഗവാന്റെ അടുത്ത് പറഞ്ഞ്, നീ തന്നെ പോയി ഗുരുവായൂർ പറയണം, കള്ളത്തരത്തിലുണ്ടാക്കിയത് മുഴുവനും ഞാൻ കത്തിക്കുമെന്ന് നീ ചെന്ന് പറയണമെന്ന് പറഞ്ഞ്. ഞാൻ രാവിലെ തന്നെ പോയി അവിടെ ചെന്ന് ആദ്യം ദേവസ്വം ബോർഡ് ഓഫീസിൽ ചെന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ കേട്ടോണ്ട് ഒരു പയ്യനുണ്ടായിരുന്നു റിസപ്ഷനിൽ. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി
ക്ഷേത്രത്തിലൊരു മാനേജറുണ്ട്, അവരെ കണ്ടെന്ന് പറയും, അവർക്കാ ഈ ക്ഷേത്രത്തിൻ്റെ ചുമതലയെന്ന് പറഞ്ഞു. ഞാൻ അതേപോലെ വന്ന് ഇവരെ കാണാൻ ശ്രമിക്കുമ്പോഴൊന്നും താഴെ നിൽക്കുന്ന ആ നീല തോർത്ത് തോളയിട്ടവന്മാർ എന്നെ അങ്ങോട്ട് കയറാൻ സമ്മതിക്കത്തില്ല. ഒടുവിൽ ഞാൻ പറഞ്ഞു, ആ സ്ത്രീ എപ്പോഴെങ്കിലും ഭൂമിയിലോട്ട് ഇറങ്ങുന്നെങ്കിൽ എൻ്റെ അടുത്തൊന്ന് പറയാൻ പറഞ്ഞ്. അപ്പം തന്നെ അയാളത് മുകളിൽ പോയി പറഞ്ഞ് അവരെന്നെ വിളിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതേപോലെ മുൻപ് 1.5 വർഷം മുമ്പേ ക്ഷേത്ര ശ്രീകോവിൽ ചോരുന്ന കാര്യം കൃഷ്ണനാണെന്ന് പറഞ്ഞ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നു. ഇപ്പം ശക്തമായ വളരെ ദേഷ്യത്തിൽ പറയുന്നുണ്ട്, കള്ളത്തരത്തിലുണ്ടാക്കിയ മുഴുവനും കത്തിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ക്ഷേത്ര ശ്രീകോവിൽ എത്രയും പെട്ടെന്ന് ചോർച്ച മാറ്റണമെന്ന് പറഞ്ഞ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ് സമാധാനമായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ വളരെ കഷ്ടത അനുഭവിക്കുക, അന്നൊരു തെറ്റാണ് ഞാൻ ചെയ്തത്. അന്ന് പറഞ്ഞത് അന്നത്തെ ദിവസം ആ മെയ് 30-ന് ഇൻ്റർവ്യൂ ബോർഡിൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞില്ല. അത് എനിക്കവർ വിശ്വസിക്കത്തില്ല, എന്നെ കളിയാക്കും എന്നുള്ള ചിന്ത കൊണ്ടാണ് പറയാതിരുന്നത്. അത് വലിയ തെറ്റ്, അതിൻ്റെ വലിയ ശിക്ഷ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന. ഞാൻ തെരുവിലാണ്, എൻ്റെ എല്ലാം ഈശ്വരൻ നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞു. എന്നിട്ട് അവരടുത്ത് പറഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ്, ഒട്ടും വിഷമിക്കേണ്ട, സമാധാനമായിട്ട് പോയി, ഞങ്ങളെല്ലാം ശരിയാക്കാം, ക്ഷേത്രശ്രീകോവിൽ ചോരുന്നെങ്കിൽ കണ്ടുപിടിക്കാം, ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് 2-3 ദിവസം കൂടുമ്പോൾ ഞാൻ വീണ്ടും ഗുരുവായൂർ പോകാം. കാരണം ആവശ്യം എൻ്റെയാണ്. ഞാൻ പലരോടും പറഞ്ഞു അവിടെ, പക്ഷെ ആരും അത് മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. പിന്നെ ചിലരൊന്നും നമ്മളെ കേൾക്കാൻ തയ്യാറാവുന്നില്ല. വിവരക്കേട് മാത്രമാണ് അവിടെ മൊത്തവും. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ കൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞു, കൃഷ്ണ എനിക്കിനി ഒന്നും ചെയ്യാനില്ല. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നീ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ. ഇതെല്ലാം അപ്പോഴപ്പോഴും ഭഗവാൻ എന്നെ അറിയിച്ചുകൊണ്ടേ ഇരിക്കും, ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതിനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ ഇത് മുമ്പും കൃഷ്ണൻ എൻ്റെ അടുത്ത് പറഞ്ഞ്, നീ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറഞ്ഞ്, എല്ലാവരോടും ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനലിൽ ശൈലജ ചന്ദ്രൻ എന്ന പേരിൽ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുകയും ദേവസ്വം ബോർഡ് ഓഫീസിൽ കൃഷ്ണൻ എന്നെ സഹായിക്കാൻ വന്ന കഥയെന്ന് പറഞ്ഞ് ഈ സംഭവം പറയുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ അതൊന്നും വലിയ ആൾക്കാരൊന്നും കണ്ടില്ല. ഇനി അഥവാ കണ്ടെങ്കിൽ തന്നെ വിശ്വസിച്ച് കാണില്ല. ഇപ്പോൾ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഈ വീഡിയോ ചെയ്യുന്നത്, ആരെങ്കിലും ഈ വീഡിയോ ഞാൻ എന്തായാലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടും, ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ട് അത് മനസ്സിലാക്കിയിട്ട് എന്താണ് ഞാൻ പറയുന്നത്, എന്തിനു വേണ്ടിയാണ് പറയുന്നത്, അങ്ങേയറ്റം അധപതനത്തിലാണ് ഞാൻ. അപ്പോൾ ആ ക്ഷേത്ര ശ്രീകോവിൽ വേണ്ട പോലെ ചോർച്ച മാറ്റിയില്ലെങ്കിൽ ഭഗവാൻ മുഴുവൻ കത്തിക്കും. ഭഗവാന്റെ അടുത്ത് പറഞ്ഞതാണ്, ഞാൻ മുഴുവനും കത്തിക്കുമെന്ന്. അതങ്ങനെ തന്നെ സംഭവിക്കും. ഈശ്വരൻ ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. 1.5 വർഷമായിട്ട് ആ ക്ഷേത്ര ശ്രീകോവിൽ പെരുമഴയിലൊക്കെ ചോരുമ്പോൾ രാവിലെ എഴുന്നേൽക്കുക, കൃഷ്ണ തലയിൽ കൂടെ കുറേ 3-4 കുപ്പി പാൽ കൊണ്ടൊഴിക്കുക, ചന്ദനം ഏതാണ്ടൊക്കെ കലക്കി ഒഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല ആർക്കും. അത് ചെയ്യുന്നവർക്കും ഇല്ല, കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്കും ഇല്ല. ആ ക്ഷേത്ര ശ്രീകോവിലിൻ്റെ ചോർച്ച മാറ്റണം. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് ചെയ്യാൻ ഈ വീഡിയോ കാണുന്ന ഭക്തജനങ്ങൾ അത് ഉറപ്പായിട്ടും അവരോട് പറയുമോ, എന്താണെന്ന് വെച്ചാൽ അവരോടത് ചെയ്യാൻ പറയാം. എനിക്കൊന്നും ചെയ്യാനില്ല, എനിക്കൊന്നും പറയാനുമില്ല. ഇനി എനിക്കൊന്നും പറയാനും വയ്യ. ഞാൻ ഈ ലാസ്റ്റായി ഈ കാര്യം വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ നിർദ്ദേശപ്രകാരമോ, ഭഗവാന്റെ അടുത്ത് പറഞ്ഞ്, നീ ഒന്നും കൂടി ശ്രമിച്ചു നോക്ക്, പിന്നെ നീ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി ഞാനിതിനു വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ട് ദയവായി കാണുന്ന കൃഷ്ണനെ വിശ്വാസമുള്ള, ഞാൻ പറയുന്നത് വിശ്വസിക്കുന്ന ഭക്തജനങ്ങളുണ്ടെങ്കിൽ അവർ അതിനുവേണ്ടി പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ അവരെ ഈ കാര്യങ്ങൾ അറിയിക്കുകയോ ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് എല്ലാവരോടും. ഓക്കെ, ഗുഡ് നൈറ്റ്.